നമുക്ക് വേണ്ടപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഘട്ടത്തിൽ അവരോടുള്ള ആദരസൂചകമായിട്ട് നമുക്കൊരു ആദരാഞ്ജലി പോസ്റ്റർ നിർമ്മിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായമാണ് തേടാറ്. എന്നാൽ ഓരോരുത്തർക്കും അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ഇത്തരം ആദരാഞ്ജലി പോസ്റ്ററുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷനൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ഫോട്ടോ എഡിറ്ററിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇത്തരം ആദരാഞ്ജലികൾ എന്നുള്ള ടെക്സ്റ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു ആപ്ലിക്കേഷനും ഞാൻ ഇതിൽ പരിചയപ്പെടുത്തി തരാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ എഡിറ്റർ ഇല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആദരാഞ്ജലി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. വളരെ ലളിതമായും വിപുലമായും എങ്ങനെ നമുക്ക് ആദരാഞ്ജലി പോസ്റ്റർ നിർമ്മിക്കാമെന്ന് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വെറും ഫയൽ മാത്രം മതി എഡിറ്റിംഗ് ഒക്കെ അറിയുന്നവർ വീഡിയോ മുഴുവൻ കാണണമെന്നില്ല. എങ്ങനെയാണ് ആദരാഞ്ജലി ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് എഡിറ്റിംഗ് കൂടി മനസ്സിലാക്കണം, ഞാൻ പറയുന്ന എഡിറ്ററിലൂടെ എഡിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദരാഞ്ജലി പോസ്റ്റർ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഈ വെബ് പേജ് ലഭിക്കാനുള്ള ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. പിന്നെ 10 സെക്കൻഡ് എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിൽ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ലോഡാവില്ല. 2 ലിങ്കുകൾ താഴെയുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്നും ഡൗൺലോഡ് PNG ഫയൽ എന്നും പറഞ്ഞിട്ട് 2 ലിങ്കുകൾ കാണാം. നിങ്ങളുടെ ഫോണിലെ മൾട്ടിപ്പിൾ ഫോട്ടോ ഒക്കെ ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ എഡിറ്റർ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഫോട്ടോയിൽ തന്നെ മറ്റ് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഫോട്ടോ എഡിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നല്ലൊരു ഫോട്ടോ എഡിറ്റർ വേണം, അതുപോലെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ ഡൗൺലോഡ് PNG ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആദരാഞ്ജലികൾ എന്ന ഡിസൈൻ ആയിട്ട് എഴുതിയിട്ടുള്ള PNG ഫയലുകൾ ലഭിക്കും. ഇതിനകത്ത് 4ഓളം ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, അല്ല എല്ലാം വേണമെങ്കിലും ജസ്റ്റ് അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ആകും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണിത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് PNG ഫയലാണ്. ഇതിന് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഫാറ്റ് ടെക്കിൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഇതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ PNG ഫയലുകൾ അയച്ചു തരുന്നതാണ്. എഡിറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് PNG ഫയൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരങ്ങനെ എഡിറ്റ് ചെയ്തോളും. ഇനി എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും തുടർന്ന് കാണുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷനാണ് കിട്ടുക. ഇവിടെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് മുകളിലായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാൻ പറയും. ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് റിമൂവ് ആയി കിട്ടും. ഇനി വലതുഭാഗത്ത് മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും. എന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ അനീഫക്കയുടെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ താഴെ ടിക്ക് മാർക്ക് ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ ഈ ആപ്ലിക്കേഷനകത്ത് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ നടുവിലായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇമ്പോർട്ട് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഗാലറി ഓപ്പൺ ആകും. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ആദരാഞ്ജലികൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനിൽ ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് ചെറുതാക്കാം, റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. റൊട്ടേറ്റും വലിക്കലും ഒക്കെ ഇതിനകത്ത് നിന്ന് നടക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ കുറച്ചുകൂടി വിപുലമായ എഡിറ്റിംഗ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഫ്രെയിം വെച്ച് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഓപ്പൺ ആയി കിട്ടും. എന്നിട്ട് ഇതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഫ്ലവർ ഫോട്ടോ ഫ്രെയിം എന്നോ, അല്ല നിങ്ങൾക്ക് എങ്ങനത്തെ ഫ്രെയിമാണ് ആവശ്യം അത് ജസ്റ്റ് എഴുതുക. റൗണ്ട് വേണോ, സർക്കിൾ വേണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതിയതിന് ശേഷം അവസാനം ഫ്രെയിം PNG എന്നുകൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ഓപ്ഷൻ കിട്ടൂ. ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിരവധി ഫ്രെയിമുകൾ കാണും. ഇതിൽ പലതും PNG ആയിരിക്കില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്താലും ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇവിടെ മുകളിൽ ഇമേജ് വീഡിയോ ഷോപ്പിംഗ് എന്നൊക്കെ കാണുന്നില്ലേ, അത് നിങ്ങൾ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവസാനമായിട്ട് നിങ്ങൾക്ക് സെർച്ച് ടൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ സൈസിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നിരവധി ബാക്ക്ഗ്രൗണ്ടുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് അല്പനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ കള്ളിക്കള്ളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ഇങ്ങനെയുള്ളതാണ് PNG ഫയൽ. ചിലത് നിങ്ങൾക്ക് ഫേക്കുള്ള PNG ഫയലും കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് PNG ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിം ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നേരെ എഡിറ്ററിലേക്ക് വരാം. എന്നിട്ട് വീണ്ടും ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫ്രെയിം സെലക്ട് ചെയ്യുക, ശരി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഫ്രെയിമിനനുസരിച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഫ്രെയിമിൽ ഈ കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദരാഞ്ജലികൾ പിറകിലാണുള്ളത്. അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ വലതുഭാഗത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയറിൻ്റെ ഓപ്ഷൻ കിട്ടും. ഇവിടെ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് 8 ഡോട്ട്സ് കാണാം. അതിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് നീക്കാൻ പറ്റും. അപ്പോൾ ആദരാഞ്ജലികൾ മുകളിലേക്ക് നീക്കുന്നതോടെ നമുക്ക് ഇവിടെ കാണാം ആദരാഞ്ജലികൾ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഏത് ആംഗിളിലാണ് വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഒരു സേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ ഇമേജ് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ വളരെയധികം വിപുലമായൊരു എഡിറ്റിംഗ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിം, അതേപോലെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോ എഡിറ്റിംഗ് ടൂള് കാണാം. അതിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള എഡിറ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോയെ മനോഹരമാക്കിയതിന് ശേഷം ഇത്തരം ആദരാഞ്ജലികളും ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. അത്തരം ആപ്ലിക്കേഷൻ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാത്തത്. നിങ്ങൾക്ക് എങ്ങനെയുള്ളതാണ് വേണ്ടത്, ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എറേസറും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചറും അതുപോലെ തന്നെ അഡീഷണൽ ഫ്രെയിം ആഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.